കേരളം പഞ്ചാബിനേക്കാൾ സുരക്ഷിതമോ? പഞ്ചാബിൽ നിന്ന് 2 ദിവസം മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വളരെ കാര്യമായിട്ട് വിളിച്ചു ചോദിച്ചു, ഇന്ത്യയിൽ താമസിക്കാൻ സ്ഥിരതാമസത്തിന് ഏറ്റവും നല്ല സംസ്ഥാനം ഏതാണ്? പഞ്ചാബിലിപ്പോൾ വളരെ പ്രശ്നമാണ്, യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് റോക്കറ്റ് വീഴുന്നത്, അല്ലെങ്കിൽ ഡ്രോൺ തല വീഴുന്നത്, ബോംബ് വീഴുന്നതൊന്നും അറിയാൻ പറ്റില്ല. ഇവിടെ അതീവ ജാഗ്രതയാണ്. വൈകുന്നേരം 7 മണി മുതൽ രാവിലെ 6 മണി വരെ ബ്ലാക്ക് ഔട്ടാണ്. ഗ്രിഡ് തന്നെ ഓഫാക്കുന്നു. അതുകൊണ്ട് കറണ്ടൊന്നുമില്ല, ഇൻവേർട്ടർ ഇല്ല. സ്കൂളും കോളേജും ഒക്കെ അടച്ചു. കടകളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വൈകുന്നേരം ആകുമ്പോൾ അടയ്ക്കും. അപ്പം ഒരു ഭയങ്കര പേടിയാണ്. ഇനിയിപ്പം ഫ്യൂച്ചർ എങ്ങനെ, ഇവിടെ ജീവിച്ചാൽ ഇങ്ങനെ ആകുമോ എന്നൊക്കെയുള്ളൊരു സംശയത്തിലാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. പാകിസ്ഥാനുമായിട്ട് ഒരു അന്താരാഷ്ട്ര ബോർഡർ പങ്കിടുന്ന ഒരു സംസ്ഥാനമാണ് പഞ്ചാബ്. പഞ്ചാബിലെ എയർപോർട്ടുകളെല്ലാം തന്നെ അടച്ചു. പഞ്ചാബിലെ അതിർത്തിയിലുള്ളതും ചണ്ഡീഗഡ് വരെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ അതീവ ജാഗ്രതയും അതുപോലെ ബ്ലാക്ക് ഔട്ടും ചണ്ഡീഗഡ് എയർപോർട്ട് വരെ അടച്ച ഒരു സിറ്റുവേഷനായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അവിടെയുള്ള ആളുകൾക്ക് ഭീതിയാണ്. അതിർത്തിയിലുള്ള ആളുകളെയൊക്കെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് എന്നും പറഞ്ഞ് അകലെയുള്ള സ്ഥലങ്ങളിലേക്ക്, ബോർഡറിൽ നിന്ന് അകലെയുള്ള സ്ഥലങ്ങളിലേക്ക്, ബന്ധുവീട്ടുകളിലേക്കോ അല്ലാത്ത സ്ഥലങ്ങളിലേക്കോ ക്യാമ്പുകളിലേക്കോ ഒക്കെ മാറിയ അവസ്ഥയുമുണ്ട്. അപ്പോൾ ഈ സുഹൃത്തിനോട് ചോദിച്ചപ്പോൾ ഞാൻ മറുപടി പറഞ്ഞു, സുരക്ഷിതത്വത്തിൻ്റെ കാര്യത്തിൽ ഓരോ സംസ്ഥാനത്തിനും അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ യുദ്ധമുണ്ടാകുന്ന സമയത്ത്, ഇപ്പോൾ തുടക്കത്തിൽ ഇപ്പോൾ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ അവിടെ ഒരു പാകിസ്ഥാൻ ഇങ്ങോട്ട് കാശ്മീരിൽ വന്ന് അവരുടെ നേതൃത്വത്തിൽ തീവ്രവാദ ആക്രമണം നടത്തിയതിന് ഒരു തിരിച്ചടി അങ്ങോട്ട് നൽകി, ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള പേരിൽ. അപ്പോൾ അത് അധിക ദിവസം നീളണമെന്നില്ല, ഒരു തിരിച്ചടിയായിട്ട് നൽകിയതാണ്. അപ്പോൾ അതൊരു വലിയൊരു യുദ്ധമൊന്നും ആകണമെന്നില്ല. ഇങ്ങോട്ട് വന്ന് ആക്രമിച്ചു, അതിന് തിരിച്ചടിച്ച്, അതുപോലെ അവർ വീണ്ടും ഇതുപോലെ അടുത്ത കാലത്തൊക്കെ വന്ന് ഈ തീവ്രവാദ പ്രവർത്തനം നടത്താതിരിക്കാനുള്ള ഒരു നടപടികളൊക്കെ പൂർത്തിയായ ശേഷം ഇതൊക്കെ അവസാനിക്കും. പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ രണ്ടാമത്, ഈ നമ്മുടെ ആർമി വളരെ സുസജ്ജമാണ്. അവരെന്ത് മിസൈൽ ഇങ്ങോട്ട് അയച്ചു കഴിഞ്ഞാലും അതിനെയൊക്കെ നിർവീര്യമാക്കാനും കണ്ടുപിടിക്കാനും ഒക്കെ നമുക്കുള്ള കഴിവുണ്ട്. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല, അവിടെ തന്നെ താമസിക്കുക എന്ന മട്ടിൽ ഞാൻ പറഞ്ഞു. പക്ഷേ ആ സുഹൃത്തിൻ്റെ ചോദ്യം പ്രസക്തമാണ്. ഇന്ത്യയിൽ സുരക്ഷിതമായിട്ട് താമസിക്കാൻ ഏറ്റവും നല്ല സംസ്ഥാനം ഏതാണ് എന്നുള്ളത്. അപ്പോൾ ഞാൻ ആലോചിച്ചു, പഞ്ചാബ് ആണോ സുരക്ഷിതം, കേരളമാണോ സുരക്ഷിതം, തമിഴ്നാടാണോ, ആന്ധ്രാപ്രദേശാണോ? തീർച്ചയായിട്ടും ചൈനയുടെ അതിർത്തിയിലുള്ള സംസ്ഥാനങ്ങൾ, ചൈനയുമായിട്ട് അതിർത്തി പങ്കിടുന്നതുകൊണ്ട് സുരക്ഷിതമെന്ന് പറയാൻ പറ്റില്ല. പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ഇങ്ങനെ സുരക്ഷിതമെന്ന് പറയാൻ പറ്റില്ല. 1971 ശേഷം രാജസ്ഥാനിലോ ഗുജറാത്തോ പഞ്ചാബിലോ ഒന്നും ഈ പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്നെങ്കിലും യുദ്ധത്തിൻ്റെ ഒരു പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ 2025 ഇപ്പോൾ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായത്. അതേപോലെ തന്നെ കേരളവും ഇൻ്റർനാഷണൽ ബൗണ്ടറി 600 കിലോമീറ്ററോളം കടലുമായിട്ട് പങ്കിടുന്നുണ്ട്. അപ്പോൾ നമ്മളും അതിർത്തിയിലല്ലേ, തീർച്ചയായിട്ടും അതിർത്തിയിലാണ്. അപ്പോൾ അതുപോലെ തന്ത്രപ്രധാനമായ ചില കാര്യങ്ങൾ കേരളത്തിലുണ്ട്. ഞാൻ ആ സുഹൃത്തിനോട് പറഞ്ഞു, കൊച്ചി എന്ന് പറയുന്നത് സുരക്ഷിതമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുരക്ഷിതമല്ല. കാരണം ഇവിടെ സദേൺ നേവൽ കമാൻഡ് കൊച്ചിയിലുണ്ട്. അതുപോലെ ഇവിടെ ഒരു ഓയിൽ റിഫൈനറി ഉണ്ട്, വലിയ തുറമുഖമുണ്ട്. അതുപോലെ പയ്യന്നൂർ നേവൽ അക്കാഡമി ഉണ്ട്. തിരുവനന്തപുരത്ത് ISROയുടെയും ലിക്വിഡ് പ്രൊപ്പൽഷൻ സെൻ്ററൊക്കെ ഉണ്ട്, എയർപോർട്ടുണ്ട്, പോർട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കേരളം സുരക്ഷിതമാണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും സുരക്ഷിതമല്ല. ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ടാർഗറ്റുകളാകാം. അപ്പോൾ അതുപോലെ ഓരോ സംസ്ഥാനത്തും ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പോൾ യുദ്ധം വന്നു കഴിഞ്ഞാൽ ഒരു സ്ഥലവും സുരക്ഷിതമാകണമെന്നില്ല. 2, ഇന്നത്തെ വാർഫെയറുകൾ, യുദ്ധങ്ങൾ ഈ നേരിട്ട് വന്ന് നമ്മുടെ തലയിൽ ബോംബിട്ട് മാത്രമാവണമെന്നില്ല. അല്ലാതെ പല വിധത്തിൽ ഡിജിറ്റൽ ഇലക്ട്രോണിക് വാർഫെയറുകൾ നടക്കും. അപ്പോൾ സുരക്ഷിതത്വം എന്ന് പറയുന്നത് എല്ലായിടത്തും ഉണ്ട് ഒരു വിധത്തിൽ, അല്ലെങ്കിൽ ഒരിടത്തും ഇല്ല എന്നുള്ളൊരവസ്ഥയാണ്. പക്ഷേ യുദ്ധം ഉടനെ അവസാനിക്കും. അതുകൊണ്ട് പുള്ളിക്ക് കോൺഫിഡൻസ് കൊടുത്തു, പുള്ളി സാറ്റിസ്ഫൈഡായി. പക്ഷേ ഞാൻ ആലോചിച്ചു, കേരളം സുരക്ഷിതമാണോ പഞ്ചാബിനേക്കാളും? ഇപ്പോൾ യുദ്ധം ഉണ്ടായാൽ ഇവിടെയും ടാർഗറ്റുകളുണ്ട്. പക്ഷേ യുദ്ധം ഉണ്ടായില്ലെങ്കിലും സാധാരണ മനുഷ്യരുടെ ഒരു സുരക്ഷിതത്വം എങ്ങനെയാണ് ഇവിടെ? ചിലപ്പോൾ പ്രളയം ഉണ്ടായെന്നിരിക്കാം, ചിലപ്പോൾ നിപ്പ വൈറസിൽ നിന്നുള്ള പ്രശ്നം, അതുപോലെ ഉരുൾപൊട്ടലുണ്ടായ ആളുകൾ മരിച്ചെന്നിരിക്കാം, റോഡേ സഞ്ചരിക്കുമ്പോൾ റോഡ് അപകടങ്ങളിൽ കൂടെ മരിച്ചെന്നിരിക്കാം. അതുപോലെ ചിലപ്പോൾ ഒരു പരീക്ഷയ്ക്ക് ചിലർക്ക് ഇഷ്ടമില്ലാത്ത ചോദ്യപേപ്പർ ഇട്ട് കഴിഞ്ഞാൽ കൈവെട്ടിയെന്നിരിക്കാം. ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ 51 വെട്ടുവെട്ടിയെന്നിരിക്കാം. അപ്പോൾ സുരക്ഷിതത്വം എന്ന് പറയുന്നത് കേരളത്തിലെ പഞ്ചാബിനേക്കാളും കൂടുതലുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ ആ സുഹൃത്തിനോട് പറഞ്ഞു, യുദ്ധം കൊണ്ട് നമ്മളിപ്പോൾ താൽക്കാലികമായിട്ടുള്ള ഒരു ചെറിയ ഈ ബ്ലാക്ക് ഔട്ടും എയർപോർട്ട് അടച്ചതും ഒക്കെ ഉണ്ടെങ്കിലും
യുദ്ധം കൊണ്ട് ഇപ്പോഴത്തെ യുദ്ധം കൊണ്ട് ഇന്ത്യക്ക് തീർച്ചയായിട്ടും കുറേ ഗുണങ്ങളുണ്ടാവും. ഒന്ന്, നമ്മളുടെ കഴിവ്, നമ്മളെ പ്രതിരോധിക്കാനുള്ള കഴിവ് നമുക്ക് ഇപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാവും. നമുക്ക് കഴിവുണ്ട് എന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണ് നമ്മുടെ കഴിവിനെ. രണ്ട്, നമ്മളുടെ മേക്ക് ഇൻ ഇന്ത്യ പരിപാടിയുടെ പദ്ധതിയുടെ ഭാഗമായിട്ട് ഉണ്ടാക്കുന്ന പല സാധനങ്ങൾക്കും മാർക്കറ്റിന് കൂടും. കൂടുതൽ ആളുകൾ ഇന്ത്യയുടെ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി മുന്നോട്ട് വരും. അതുപോലെ നമ്മളുടെ ശത്രുക്കൾ ആര് എന്ന് നമുക്ക് കൃത്യമായിട്ട് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ആകെ പശ്ചിമേഷ്യയിൽ നിന്ന് ടർക്കി മാത്രമേ പാകിസ്ഥാനെ പിന്തുണച്ചുള്ളൂ. വേറെ ഒരു രാജ്യം പോലും പാകിസ്ഥാനെ കാശ്മീരിലെ ആക്രമണത്തിൻ്റെ പ്രത്യാക്രമണം ഇന്ത്യ നടത്തിയപ്പോൾ ടർക്കി മാത്രമേ പിന്തുണച്ചുള്ളൂ. ടർക്കിയെ ഇതിനു മുമ്പ് പിന്തുണച്ചത് കേരളമാണ്. അവിടെ എന്തോ പ്രശ്നം ഉണ്ടായപ്പോൾ 10 കോടി രൂപ നമ്മൾ കടം വാങ്ങിച്ചിട്ട് ടർക്കിക്ക് കൊടുത്ത ഒരു സംസ്ഥാനമാണ്. അപ്പോൾ ഇവിടുത്തെ CPM ആരെ സഹായിക്കുന്നു, CPMൻ്റെ ആരെ സഹായിക്കുന്നു, അവർ ഇന്ത്യയുടെ ശത്രുക്കളാണോ എന്ന് പോലും ചില സുഹൃത്തുക്കൾ ആ സമയത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ടർക്കി ഏതായാലും ഇന്ത്യയുടെ ശത്രുമാണ് എന്ന് അവർ ഉറക്കെ പ്രഖ്യാപിച്ചു. പാകിസ്ഥാൻ്റെ പക്ഷമാണ്. ഗുണങ്ങൾ തീർച്ചയായിട്ടുമുണ്ട്. അതുപോലെ നമ്മൾ ഇന്ത്യക്കകത്ത് എല്ലാവരും തമ്മിലൊരു ഐക്യമുണ്ടായി. പാകിസ്ഥാനെ തോൽപ്പിക്കണമെന്ന് കാശ്മീരിലുള്ളവരും പഞ്ചാബിലുള്ളവരും അതുപോലെ തമിഴ്നാട്ടിലുള്ളവരും, തമിഴ്നാട്ടിലെ അവിടുത്തെ മുഖ്യമന്ത്രി തന്നെ വലിയൊരു ഒരു ജാഥ തന്നെ നടത്തി കഴിഞ്ഞു. അപ്പോൾ ഒരു ഐക്യം ഇന്ത്യക്കകത്തുണ്ടായി. അപ്പോൾ ഈ യുദ്ധം കൊണ്ട് തീർച്ചയായിട്ടും കുറേയധികം ഗുണങ്ങളുണ്ട്. ഇനി കാശ്മീരിലെ തീവ്രവാദി പ്രവർത്തനം നടത്താൻ പാകിസ്ഥാനിൽ നിന്നുള്ള ആളുകളുടെ സഹായത്തോടെ ആസൂത്രണത്തോടെ നടത്താൻ പെട്ടെന്നൊന്നും അവർ ധൈര്യപ്പെടത്തില്ല. അപ്പോൾ കാശ്മീരിൽ സമാധാനം ഉണ്ടാവും. അവിടത്തേക്ക് പഴയതിനേക്കാളും കൂടുതൽ ടൂറിസ്റ്റിന് സന്തോഷമായിട്ടും സമാധാനമായിട്ടും സുരക്ഷിതബോധത്തോടെ പോകാൻ പറ്റും. പഞ്ചാബിലുള്ളവർക്ക് സുരക്ഷിതത്തോടെ താമസിക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ട് ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂർ തീർച്ചയായിട്ടും വളരെ ഗുണകരമായ ഒരു കാര്യമാണ്. സുരക്ഷിതത്വം ഇന്ത്യയിൽ കൂടത്തേ ഉള്ളൂ. ഇന്ത്യയോട് പെട്ടെന്ന് ആക്രമിക്കാനോ അല്ലെ തീവ്രവാദ ആക്രമണം നടത്താനോ ആരും പെട്ടെന്ന് മുതിരത്തില്ല എന്നുള്ളതൊക്കെ ഈ അടുത്ത കാലത്തെ ഈ ഒരു പ്രത്യാക്രമണത്തിന് നമുക്കുണ്ടായ ഗുണങ്ങൾ മാത്രമാണ്.